നല്ല ഭാര്യയാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭർത്താവ് സ്ഥിരമായി ഫോൺ ചെയ്യുന്ന ആളാണെങ്കിൽ സംസാരിക്കുന്ന സമയങ്ങളിൽ ബഹുമാനത്തോടെ സംസാരിക്കുക. സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിഭാരം മൂലം ചിലപ്പോൾ സങ്കടമുണ്ടാവാം. മറ്റേതെങ്കിലും കാര്യത്താൽ സന്തോഷവാനുമാവാം. അദ്ദേഹത്തോട് അവസരത്തിനനുസരിച്ച് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങളിൽ ഭർത്താവിൻ്റെ അഭിപ്രായം ചോദിക്കുക. പല ഭർത്താക്കന്മാരും പല സ്വഭാവക്കാരായിരിക്കാം. ചിലർ ഉപദേശിക്കാൻ താല്പര്യമുള്ളവരാകും, മറ്റു ചിലർ കുറ്റപ്പെടുത്താൻ മെനക്കെടുന്നവരുമാവും. ഇവിടെയാണ് ഒരു യഥാർത്ഥ ഭാര്യയുടെ കഴിവ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു നല്ല ഭാര്യ ഒരു നല്ല കേൾവിക്കാരി കൂടിയാവണം. ഈ ഒരു മനോഭാവം നമ്മൾ ജീവിതത്തിൽ പുലർത്തിയാൽ ജീവിതത്തിൽ പാതി വിജയിച്ചു. ഭർത്താവിൻ്റെ മുന്നിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം വാചാലയാവുക. ഭർത്താവിൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി സംസാരിക്കാതിരിക്കുക. ചില ഭർത്താക്കന്മാർ മുൻചുണ്ടിക്കാരാവാം. ഭർത്താവ് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ക്ഷമാപൂർവം കേൾക്കുക. ദേഷ്യം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഒരു മടിയും കൂടാതെ പറയാൻ ശീലിക്കുക. ഇത് ഭർത്താവിൻ്റെ ദേഷ്യം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണമാവും. ഭർത്താവിൻ്റെ മാതാവിൻ്റെയോ സഹോദരിമാരുടെയോ കുറ്റങ്ങൾ അദ്ദേഹത്തോട് പറയാതിരിക്കുക. നാം ഓരോരുത്തരും ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് എത്രയോ മുൻപ് ഒന്നിച്ചു കഴിഞ്ഞവരാണ് അവരെന്ന് ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ ഭർത്താവിൻ്റെ വരുമാന പരിധിക്കുള്ളിൽ വരുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ഭർത്താവിൻ്റെ മുന്നിൽ പരപുരുഷന്മാരെ പുകഴ്ത്തി സംസാരിക്കാതിരിക്കുക. കുടുംബം എന്ന സ്വർഗത്തിന് മാറ്റുരയ്ക്കുന്നത് ഭാര്യയുടെ ശരിയായ പ്രവർത്തനവും അതിൽ നമുക്കുള്ള നല്ല പങ്കും സഹകരണവുമാണ്. മക്കളെ ശരിയായ രീതിയിൽ വളർത്തുകയും ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭാര്യയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.